മിസ് ആണ്. അപ്പൊ ദാ മക്കളെ, നമ്മുടെ EVSന്റെ എക്സാം അടുത്തെത്തി കഴിഞ്ഞു അല്ലെ. ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അല്ലെ, നല്ല രീതിയിൽ പഠിച്ച കാര്യങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫുഡ് ആൻഡ് ഹെൽത്ത് അല്ലെ, ആഹാരവും ആരോഗ്യവും എന്നുള്ള ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് മിസ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അല്ലെ, ജനറൽ ആയിട്ടുള്ള ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം കൂടെ മക്കൾ ഈ ഒരു ചോദ്യം എഴുതുമ്പോൾ മനസ്സിലുണ്ടാവണം. ക്വസ്റ്റ്യൻ ഇതാണ്: Ammu and Achu went on a tour. On the way, they saw a hotel seen from the kitchen of given below. എന്നാ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ അമ്മു അച്ചുവും കൂടെ ഒരു ടൂർ പോകുന്ന സമയത്തല്ലേ നമുക്ക് വിശക്കുമല്ലോ. വിശക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാന്ന് വിചാരിക്കും. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഇവർ കണ്ട കാഴ്ചയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഹോട്ടലിൽ നിന്ന് നിങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കുമോ? അഥവാ അവിടുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? യെസ്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് എഴുതുമെന്നാണ് ചോദ്യമുള്ളത്. അപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഫുഡ് പാകം ചെയ്യുന്നിടത്ത് ആരൊക്കെയാ നിങ്ങൾ കാണുന്നത്? ഒരുപാട് എലികളെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ആ എലികളൊക്കെ ഉള്ളിടത്തു നിന്നാണ് ദാ ഹരിയാണെന്ന് തോന്നുന്നു കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് വൃത്തിയുള്ള ഒരു ചുറ്റുപാടിന്റെ ലക്ഷണമാണോ? അല്ല അല്ലെ. ഈ എലികൾ നമ്മൾ ഫുഡ് പാകം ചെയ്യുന്ന കിച്ചണിൽ വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അത്രയും അവിടെ എന്താണ്, രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വൃത്തിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടോ നിങ്ങൾ? ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തല്ലേ കൊതുകുകൾ വളരാൻ സാധ്യതയില്ലേ? മാത്രമല്ല, വൃത്തികേടായിട്ടുണ്ടാവും അല്ലെ ആ പരിസരം. അത്തരം സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് പലതരം രോഗങ്ങൾ നമുക്ക് വരാൻ കാരണമാവുന്നു. എലി കാരണം അല്ലെ, എലിയുടെ വിസർജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ എലിയുടെ മൂത്രത്തിൽ നിന്നൊക്കെ എലിപ്പനി, പ്ലാഗ് മുതലായ മാരക രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഇതാ ഇവിടെ നോക്കിക്കേ നിങ്ങൾ. ഈ ഒരു ചിത്രത്തിൽ അല്ലെ, ഞാൻ ഇതിന്റെ ഇത് മായ്ച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു ചിത്രത്തിൽ അല്ലെ നിങ്ങൾ നോക്കിക്കേ, എലിയെ നോക്കിക്കേ. എലി എവിടെയാ ഉള്ളത്? ദാ ഈ ഇഡ്ഡലിയാന്ന് തോന്നുന്നു അല്ലെ. ഇഡ്ഡലിയുടെ സൈഡിലാ കയറി നിൽക്കുന്ന ഈ എലി ഇഡ്ഡലി തിന്നുകയും ചെയ്യും അല്ലെ. അങ്ങനെ ഇഡ്ഡലി കഴിച്ച് ഈ ഇഡ്ഡലി എലി തിന്നതിന്റെ ബാക്കിയായിരിക്കും നമ്മളും പോയി കഴിക്കേണ്ടി വരിക. അപ്പൊ അതെന്താണ്? രോഗം ഉണ്ടാക്കും. തൊട്ടപ്പുറത്ത് അല്ലെ നിങ്ങൾക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു പട്ടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയും മലിനമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് അവർ ആഹാരം ഉണ്ടാക്കുന്നത്. ഇത്തരം ഹോട്ടലുകളിലെ സത്യത്തിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മള് അടച്ചു പൂട്ടണം അല്ലെ. എന്താ ചെയ്യേണ്ടത്? അടച്ചു പൂട്ടണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളതായിട്ടുള്ള രീതിയിൽ ആ അഭിപ്രായം സാധൂകരിക്കുക. അപ്പൊ മിസ് എന്തിനാണ് ഇങ്ങനെ ഒരു ചിത്രം കാണിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് രീതിയിൽ മാത്രമായിരിക്കില്ല ചോദ്യങ്ങൾ ഉണ്ടാവുക. ഫുഡുമായിട്ടും നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ജനറൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അരുണിമ മിസ് പറഞ്ഞു തന്ന കാര്യം എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായോ? യെസ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.